മാമവസ്ത്രം നിനക്കു ധരിക്കാമോ? എത്രയും ശുദ്ധമാകും ഹവിസു ചുരികൾക്കു സത്വരം കുലിക്കാമോ? ദുർമതേ ദുരാചാരേ ഉത്തമം വിപ്രവംശത്തിലും ഭൃഗുവംശം എത്രയും മുഖ്യം അതിലല്ലയോ ജനിച്ചു ഞാൻ. നീച കർമ്മങ്ങൾ ചെയ്യും നിത്യവംശത്തിലല്ലേ നീ പിറന്നത് വന്തരം തമ്മിൽ പാലൻ. എന്നുടെ താത ശിഷ്യനല്ലയോ തപതാതൻ. ഇന്നു നീ മാമദാസിയല്ലയോ മഹാമൂഢേ. സ്വാമിനിയുടെ വസ്ത്രമോ ദാസിമാർ കൊടുക്കാമോ? കാമമുണ്ടെങ്കിൽ ഇരന്നീടുകിൽ തരാമല്ലോ. ഇത്തരം മനുഷ്യവാൾ കേട്ടു നേരം എത്രയും കോപത്തോടെ ശർമ്മിഷദാനം ചൊന്നാളെന്നോട് വൃത്താന്തിനോട് തന്നോട് വൃത്താന്തങ്ങളൊന്നുമേ നിനക്കാതെ നന്നു നീ ചൊന്ന വാക്ക് ലജ്ജയാകുന്നു കേട്ടാൽ. എന്നോട് താതനോട് യാചിച്ചു കുലിക്കുന്ന നിന്നോട് താതൻ തന്നെ ഞാൻ അറിഞ്ഞിടും മൂടെ. ഭിക്ഷുകിയവസ്ത്രങ്ങൾ തരുവാനും ഭക്ഷണം തരുവാനോ എന്നോട് താതനല്ലോ. ഇരന്നു വന്നു മമമന്ദിരെ പാർക്കുന്ന നീ പറഞ്ഞ മൊഴി കേട്ടാൽ പൊരുത്തിടുമോ ഞാനോ? ഇത്തരം പലവിധം പറഞ്ഞു പിന്നെ ഗുരുപുത്രിയെ പൂവേ തള്ളിവിട്ട് അവൾ പോയതിനാൽ അന്നേരം വ്യയാധികം മൃഗയാവിവശനായ ചന്ദ്രകോപത്തിന്റെ സന്നിധോജാർത്ഥിയായി അന്ധകോപത്തിലൊരു നാരിയെ കണ്ടു മനസ്സാനാർത്ഥരക്ഷണതയാപരന്നയാം അവൾക്ക് ഒരു വസ്ത്രവും നൽകി ഗ്രഹസ്ഥാൽ പൂവേ നിന്നുടൻ കരയിട്ടിനാൻ ഭൂപതിയോട് ദേവയാനിയോ ചൊല്ലിടിനാൾ. ആപൽ കാലത്തു മമ ജീവനെ രക്ഷിക്കുകയും എന്നുടെ പാണി ഭവാൻ ഗ്രഹിക്ക കൊണ്ടുപോത്താൽ എന്നുടെ ഭർത്താവായി വന്നിരു ഭവാൻ നൂനമോ. ജീവപുത്രനാം കജൻ തന്നുടെ ശാപം കൊണ്ട് കേവല ദ്വിജന്മ ഭർത്താവായി വരാനൂനം. ദൈവത്താൽ വരുത്തിയ സംബന്ധമിത് തമ്മിൽ ദൈവകൽപ്പിതമാർക്കും നീക്കുവാനരുതല്ലോ. ഇത്തരം വാക്കു കേട്ട് പോവനും ദൈവഗതി ചിത്തത്തിൽ നിരൂപിച്ചു ചൊല്ലിനാൻ മധുരമായി സുന്ദരീ തവതാതൻ ഭാർഗവൻ തന്നെ മമത നീടുകിലതു സമ്മതം നമുക്കിടോ എന്നുര ചെയ്യുന്നവൻ ഗമിച്ചോരനന്തരം സുന്ദരി ദേവയാനി തത്ര പോയി നിൽക്കും നേരം പുത്രിയെ കാണാൻ ഇയാൾ തിരിഞ്ഞു ശുക്രൻ താനന്തത്ര ചെന്നപ്പോൾ കരഞ്ഞിത്രയും ദുഃഖത്തോടും വാർത്തകളോട് വിസ്തരിച്ചുര ചെയ്താടാർത്തി പോണ്ടിത് കേട്ടു ശുക്രൻ വാർത്തകൾ കേട്ട നേരം നിന്ദിച്ചു പുരോഹിത വൃത്തിയെ പുത്രിയോടും ഒന്നിച്ചു നിന്നുടൻ പുറപ്പെട്ടു. വാർത്തകൾ കേട്ടു വൃഷഭർവാവും ഭയം മൂന്ന് കാലത്തിലും കൽവീന് ശുക്രനോട് അപേക്ഷിച്ച അന്നേരം ഭൃഗുപുത്രൻ ചൊല്ലിനാൻ മാമപുത്രി തന്നെ നീ സന്തോഷിപ്പിച്ചിടുകെന്നത് കേട്ടു ചന്ദ്രൻ ദേവയാനി തന്നുടെ കൽക്കൽ വീണു. സുന്ദരിതാനും അപ്പോൾ അവനോട് ചെയ്താൾ നിന്നുടെ പുത്രി തന്നെ സഖിമാരോട് ഭവാൻ എന്നോട് ദാസിയായി നയിച്ചിടുക വേണോ? എങ്കിൽ ഞാൻ സന്തോഷിച്ചേനെന്നത് കേട്ട നേരം സങ്കടം കൊണ്ട് വൃഷഭർവാസുരൻ തന്നുടെ മൂലം ദൈത്യ ജനങ്ങൾക്ക് എല്ലാവർക്കും വന്നോരു ദുഃഖം കണ്ട് സർമ്മിഷ്ടദാനം ചൊന്നാൾ. പോകും നീണെങ്കിൽ ഞാനോ ദാസിയായി മടിയാതെ ശോകവും തീർന്നു ദാതൻ സുഖമായി വസിച്ചാലും എന്നുര ചെയ്തു നിജദാസിമാരോടും കൂടെ ചെന്നവർ ദേവയാനി ദാസിയായി മേവിനാൾ. ശുക്രനും പ്രസാദിച്ചു തത്രൈവമാണ്. പിന്നെ ഉൽപ്പരാക്ഷിയ ദേവയാനിയും സന്തോഷിച്ചാൾ. അന്ന് ഒരു വിധി ശുക്രനുണ്ടാക്കി യാതിക്കുലനുടെ ബുദ്ധി തന്നെ കൊടുത്തു ചൊല്ലിയാൻ. ശർമ്മിഷ്ടാദികളായ ദാസിമാരോട് ഭവാൻ ധർമ്മഭംഗിയെ കൊണ്ട് ലഭിക്കവിടാതെ എന്നുമേ ശർമ്മിഷയോടൊന്ന് വിശ്വസിക്കരുതെന്നത് കേട്ടുന്നവൻ വന്നിച്ചു നിലകൊണ്ടാൾ. രാജധാനിയിൽ ചെന്ന ഭാര്യയോടൊന്ന് ദേവരാജൻ സുഖിച്ചു വാണിടിനാൻ ഗർഭമുണ്ടായിരുന്നു. ദേവയാനിക്കുണ്ടായിരുന്നു എതുവെന്നൊക്കെയോടും പിന്നെ ദുർവശു എന്നുണ്ടായാനുമാൻ സുന്ദര ശർമ്മിഷയും അത് കണ്ടനന്തരം ഒരു ദിനം രഹസ്യ വരിച്ചോ